الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന്, ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ അവൻ്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12 മദീന ദുഃഖമുഖരിതമായ സ്വഹാബാക്കളിൽ ഒരാളുടെ പോലും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാതെ പോയ അങ്ങനത്തെ ഒരു ആളില്ലാതിരുന്ന, എങ്ങും സങ്കടം തളം കെട്ടി നിന്ന ഒരു ദിവസം, ഒരു റബീഉൽ അവ്വൽ 12. അന്ന് ദുഹാ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം റസൂലിൻ്റെ ശാഇർ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഒരു കവിത രചിക്കുന്നുണ്ട്. ആ കവിത കുറച്ച് ദൈർഘ്യമുള്ളതാണ്. അതിലെ 4 വരികൾ നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം സ്വന്തം കണ്ണുകളെ വിളിച്ചുണർത്തിക്കൊണ്ട്, സ്വന്തം കണ്ണുകളോടായിക്കൊണ്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഫജൂദി അലൈഹി ബിദ്ദുമൂഇ വഅഅവിലി ലിഫഖദിൽ ലദീ ലാ മിസ്ലുഹു അദ്ദഹരി യൂജദു വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്തി യഫ്ഖദു. തൻ്റെ കണ്ണുകളോട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്ന് കരയൂ, ഒന്ന് വിലപിക്കൂ, ഒന്ന് കണ്ണുനീർ പൊഴിക്കൂ. ഒരു കാലത്തും തുല്യത കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കാര്യത്തിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഒന്ന് കണ്ണുനീര് പൊഴിക്കൂ. പ്രവാചകന്റെ മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യർ അല്ലെങ്കിൽ തലമുറകൾ
അവരുടെ നഷ്ടബോധം എന്താണ് എന്നോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വരാനിരിക്കുന്ന തലമുറകൾ അവരുടെ സങ്കടം എന്താണ് എന്നോ ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാൾ ഉണ്ടാകാനും പോകുന്നില്ലല്ലോ എന്ന്. ഇതാണ് അദ്ദേഹം പാടുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചയാളാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുപോലെ ഒരുപാട് സ്വഹാബാക്കൾ റസൂലും അവരും തമ്മിലുള്ള പല നിമിഷങ്ങളുടെയും ചരിത്രങ്ങളുടെയും എല്ലാം ആ അറിവുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പല ആവർത്തി വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിലും ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സ്വഹാബാക്കളിൽ ഒരാളായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് എന്നും റസൂലിന്റെ കൂടെ ഇരുന്നു കൊണ്ട് റസൂലിൽ നിന്ന് ദീന് കേട്ടുകൊണ്ട് റസൂലിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് കേട്ടുകൊണ്ട് ഹദീസുകൾ കേട്ടുകൊണ്ട് റസൂലിനെ ഒന്ന് തൊട്ട് റസൂലിനെ ഒന്ന് ചുംബിച്ച് അങ്ങനെയൊരു ജീവിതം നമുക്കുണ്ടായിട്ടില്ലല്ലോ എന്ന നിരാശ ഏതൊരു വിശ്വാസിയുടെയും റസൂലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇക്കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു വിചാരമാണ്. സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ എമ്പാടും അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നമ്മൾ ശ്വസിച്ചുവിടുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ വീടും നമ്മുടെ വാഹനവും അങ്ങനെ എണ്ണിയാൽ തീരാത്ത ലാ തുഹ്സൂഹ, നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ അതിനെല്ലാം ഏറ്റവും ഉന്നതമായ ഏറ്റവും വലുതായ ഏറ്റവും മഹത്തരമായ അനുഗ്രഹമായി എണ്ണുന്നത് എന്താണ്? നമുക്ക് ലഭിച്ച ഹിദായത്താണ്. ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം വിശ്വാസികൾ അവർ നസീഹത്തുകൾ കേൾക്കാൻ വേണ്ടി പള്ളികളിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിക്കൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഹിദായത്താണ് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹിദായത്ത്, ഈ അനുഗ്രഹം എങ്ങനെയാണ് ഇത് നമ്മിലേക്ക് വന്നു ചേർന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ദൂതനാണ് ഈ ഉമ്മത്തിലേക്കുള്ള നമ്മിലേക്കുള്ള ആ റസൂലിന്റെ സാന്നിധ്യത്തിലൂടെ ആ റസൂലിന്റെ ജീവിതത്തിലൂടെ ആ റസൂലിന്റെ ദൗത്യത്തിലൂടെയാണ് നമുക്ക് ഈ ദീന് വന്നു കിട്ടിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഹിദായത്ത് നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള വിഷയമാണ്. റസൂലിനെ നമ്മിലേക്ക് നിയോഗിച്ചു എന്നുള്ളത് ഒരു അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയും ഒരു റസൂലിനെ അവർക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വിശ്വാസികളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുള്ള വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ നിന്നു തന്നെയുള്ള ഒരു റസൂൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരു റസൂൽ, ആ ഒരു പ്രയോഗം അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേതാവായി ചമഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിക്കൊണ്ട് അങ്ങനെ വിരാജിക്കുന്ന ഒരു ജീവിതമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിക്കൊണ്ട് നമ്മൾ വായിച്ചെടുക്കുന്നു. നേരെ മറിച്ച് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനായിക്കൊണ്ട് തൻ്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരു വേള അവരെക്കാളും വിനയാന്വിതനായിക്കൊണ്ട് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അനുകമ്പയോടുകൂടി സഹാനുഭൂതിയോടുകൂടി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയൊരു റസൂലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതല്ലാതെ നേതാവ് ചമഞ്ഞ അങ്ങനെ ഒരാളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഒരു നിമിഷം പോലും നമുക്ക് കാണുക സാധ്യമല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വീഡിയോകളൊക്കെ നമ്മുടെയൊക്കെ ഫോണിലെത്തിയത് ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വേറെയുള്ള സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഏറെ പ്രചാരം കിട്ടിയ ചില വീഡിയോ ശകലങ്ങൾ ഗസയിൽ നിന്നുള്ളതാണ്. പല ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന പല കാഴ്ചകൾ, പല ഫോട്ടോകളും വീഡിയോകളുമൊക്കെ ആ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ എന്താണെന്നറിയോ?
ഖന്തക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയുള്ളൊരു വീഡിയോ. ചെറിയ കുട്ടികൾ പോലും അവരുടെ വയറുകളിൽ കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ട് പട്ടിണിയുടെ ഊക്കുകൊണ്ട് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം ആഴ്ചകളോളം അങ്ങനെ മരണപ്പെടുന്ന മനുഷ്യന്മാർ, അവരുടെ ആ കാഴ്ചകൾ കാണുമ്പോൾ ഖന്തക്കിലെ ചരിത്രങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അവിടെ സ്വഹാബാക്കൾ വന്ന് കിടങ്ങു കുഴിക്കുമ്പോൾ, കൂർത്തുമൂർത്ത പാറക്കല്ലുകൾക്കുമേൽ അവരായുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ, ഏറെ ക്ഷീണിച്ച് അവശമായിക്കൊണ്ട് ക്ഷാമത്തിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുമ്പോൾ സ്വഹാബാക്കൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലേ, വലിയ പ്രയാസത്തിലാണുള്ളത്, ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ കഠിനമായ അധ്വാനത്തിൽ ഞങ്ങളാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നോക്കൂ, ഞങ്ങൾ വയറിൽ കല്ല് കെട്ടിവെച്ചിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത് റസൂലേ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ മേൽക്കുപ്പായം പൊക്കി അവിടുത്തെ വയറിൽ 2 കല്ലുകൾ കെട്ടിവെച്ചിട്ടുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളവിടെ പണിയെടുക്കാൻ ഞാനിവിടെ നിന്ന് ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരാം, അതായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരെക്കാളും അത്യാധ്വാനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അവർക്ക് മാത്രമല്ല റസൂലിന്റെ സ്നേഹം കിട്ടിയിട്ടുള്ളത്, നമുക്ക് പോലും, നമ്മളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്തു തന്നെ അവിടുത്തെ ആ വല്ലാത്ത സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം, റസൂലുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത നമ്മളോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, തീർച്ചയായും ഞങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരാനുള്ളവർ തന്നെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വദിദതു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എനിക്കേറെ ഇഷ്ടമുള്ള, എനിക്കേറെ താല്പര്യമുള്ള, ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണെന്നോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കൊന്ന് കാണണം, അതെന്റെ വല്ലാത്തൊരാഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഓ റസൂലേ, ഞങ്ങൾ നിങ്ങളുടെ റസൂലേ താങ്കളുടെ സഹോദരങ്ങളല്ലേ, പിന്നെ എന്തേ ഞങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത മറുപടി എന്താണോ, ബൽ അൻതും അസ്ഹാബി, ഓ സ്വഹാബ, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്, വഇഖ്വാനി അല്ലദീന ലം യഅ്തു ബഅദ്, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു തലമുറയുണ്ട്, അവരെന്നെ കണ്ടിട്ടില്ല, നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ അവർ എന്നിൽ വിശ്വസിക്കും, അവരെ കുറിച്ചാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്, അവരെ കാണാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് നമ്മളോടുള്ള, ഈ റസൂലിന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട നമ്മളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം, സ്നേഹം, അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വെച്ച്, പരലോകത്ത് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യ കുഞ്ഞു വരെയും എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് വിചാരണ കാത്തുകെട്ടിക്കിടക്കുന്ന വർഷങ്ങളോളം നീണ്ട ഒരു സാഹചര്യം മഹ്ശറിലുണ്ട്. ആ മഹ്ശറിന്റെ ആ രംഗത്ത് മനുഷ്യന്മാരൊന്നടങ്കം അവർ ഓരോ പ്രവാചകന്മാരുടെയും അടുക്കൽ ചെന്നുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ഓ ആദം നബിയെ, താങ്കൾ മനുഷ്യരുടെ വാപ്പയാണ്, ഈ ഹിസാബ് ഒന്ന് വേഗത്തിലാക്കാൻ, ഈ വിചാരണയൊന്ന് തുടങ്ങിക്കിട്ടാൻ താങ്കളൊന്ന് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ലസ്തു ബിദാലിക്, എനിക്കതിന് കഴിയില്ല. അലൈക ബി ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിന്റെ അടുക്കൽ ചെല്ലുക, അദ്ദേഹത്തിന് ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ജനങ്ങളെല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബിയോടും പറയുന്നുണ്ട്, ഓ ഇബ്രാഹിം ഖലീലുള്ളാ, താങ്കൾ അള്ളാഹുവിന്റെ ഖലീലാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലസ്തു ബിദാലിക്,
എനിക്കതിനുള്ള ഒരു കഴിവുമില്ല, എനിക്കതിന് സാധിക്കുകയില്ല. അലൈക്കും ബിമൂസ, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒന്ന് ചെന്നു നോക്കിൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറുപടി ലസ്തു ബിദാലിക്, എനിക്ക് കഴിയില്ല, നിങ്ങൾ ഈസാ നബിയുടെ അടുക്കൽ ഒന്ന് ചെന്ന് നോക്കൂ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വരുന്നു. അദ്ദേഹവും പറയുന്നു ലസ്തു ബിദാലിക്, എനിക്കതിനുള്ള കഴിവില്ല, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് നോക്കുക. ഓരോ നബിമാരും പറയുന്ന വാക്കുകൾ സഹോദരങ്ങളെ, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ വല്ലാത്ത പ്രയാസത്തിലാണ്, അള്ളാഹുവിന്റെ വിധി എന്താകുമെന്ന് ഞാൻ തന്നെയും ആകെ ബേജാറിലാണുള്ളത്, നിങ്ങൾ ഇന്നയാളുടെ അടുക്കൽ പോവുക, നിങ്ങൾ ഇന്നയാളുടെ അടുക്കൽ പോവുക എന്നിങ്ങനെ പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജനങ്ങൾ എത്തുന്നുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലേ, ഈ വിചാരണയൊന്ന് വേഗത്തിലാക്കാൻ താങ്കളൊന്ന് ശുപാർശ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് കാണാം. ഓരോ പ്രവാചകന്മാർ പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുകയാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല തല ഉയർത്താൻ പറയുമ്പോൾ, ചോദിക്കാൻ പറയുമ്പോൾ, ശുപാർശ ചെയ്യാൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സഹോദരങ്ങളെ, യാ റബ്ബി ഉമ്മതി ഉമ്മതി, ഓ എന്റെ റബ്ബേ, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യം. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. എന്താ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തോ? അവർ ചോദിക്കുന്നതിന് ഉത്തരം നൽകപ്പെടുന്ന ആ രൂപത്തിലുള്ള ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എല്ലാ നബിമാരും ദുനിയാവിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്റെ പ്രാർത്ഥന അത് ഞാൻ പരലോകത്തേക്ക് വേണ്ടി, മഹ്ശറിലേക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് എൻ്റെ ശഫാഅത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് എന്തെല്ലാം പീഡനങ്ങളുടെ, എന്തെല്ലാം പ്രതിസന്ധികളുടെ കൊടുമുടികൾ താണ്ടേണ്ടി വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. ആ സമയത്തൊരിക്കൽ പോലും ആ പ്രാർത്ഥനയൊന്ന് ഉപയോഗിക്കാമെന്ന ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിട്ടില്ല. അത് തൻ്റെ ഉമ്മത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ ഇങ്ങനെ സ്നേഹിച്ച, ഈ രൂപത്തിൽ നമ്മെ ഏറെ പ്രിയപ്പെട്ടവരായി കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു സ്നേഹിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് എന്ത് നിവൃത്തിയാണുള്ളത്? എന്ത് ന്യായമാണ് അവനുള്ളത്? അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയും. എങ്ങനെയെങ്കിലുള്ള ഒരു സ്നേഹത്തിനെ കുറിച്ചല്ല പറയുന്നത്, എങ്ങനെയെങ്കിലും സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നേരെ മറിച്ച് എല്ലാത്തിനും ഉപരിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം ബാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും സകല മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെയും ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്നാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. ഒരു മനുഷ്യന് ഈ ദുനിയാവിലെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായി എന്തെല്ലാം ഉണ്ടോ അതോരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾക്കേറെ തൃപ്തിയുള്ള നിങ്ങളുടെ വീട്, നിങ്ങൾ നശിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, നിങ്ങളുടെ മറ്റുള്ള സമ്പത്തുക്കൾ, ഇതിനേക്കാളുമെല്ലാം മുകളിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്നാണ്. ഇനി അതല്ല, ഇതൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും വജിഹാദിൻ ഫീ സബീലി, ആ റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന, ജിഹാദിൽ ഏർപ്പെടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതൊക്കെയാണോ വലുതായിട്ടുള്ളത്? എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ തീരുമാനവും കൊണ്ട് അവന്റെ ശിക്ഷയും കൊണ്ട് വരുന്നതിനെ നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ഒരിക്കലും ഫാസിഖീങ്ങളായ, തെമ്മാടികളായ ഒരു ജനതയെ നേർവഴിയിലാക്കുകയില്ല എന്ന്. അതായത്
അള്ളാഹുവിനെ കഴിഞ്ഞ്, റസൂലിനെ കഴിഞ്ഞ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു നബി സ്നേഹം, എല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹുവിന് വഴിപ്പെട്ടൊരു ജീവിതം, എല്ലാം കഴിഞ്ഞിട്ട് ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയാണോ നമ്മുടെ നിലപാട്? എങ്കിൽ അള്ളാഹു പറയാ ഫാസിഖീങ്ങളാണ് നിങ്ങൾ. ഒരു കാലത്തും ഒരു ഫാസിഖിനെയും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. ഈ തെമ്മാടിത്തരവും കൊണ്ട് നടന്നാൽ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവും അവന്റെ റസൂലും ഈ ദീനുമാകണം നമുക്കെല്ലാത്തിനും മുകളിലുള്ളത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാളും മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ജീവിത മാതൃകയെ നോക്കിക്കാണാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അതാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്നെ കഴിഞ്ഞാൽ താങ്കളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി കൊടുത്ത്? ഞാൻ താങ്കളെക്കാളും മുകളിലാകണം, എന്നാലേ ഈമാൻ പൂർത്തിയാകുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനടി അവിടെ വെച്ച് തന്നെ തിരുത്തി പറയാണ്, റസൂലേ, ഇപ്പോഴിതാ ഉമർ പറയുന്നു, ഉമറിനേക്കാളും വലുത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ താങ്കളുടെ ഈമാൻ പൂർത്തിയായത് എന്ന്. സഹോദരങ്ങളെ, ആ ഈമാൻ പൂർത്തിയാകുക, ആ ഈമാനിന്റെ മധുരം അത് ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ, പൂർത്തിയാവുകയുള്ളൂ. 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് ഈമാനിന്റെ മധുരം നുകരാൻ കഴിയുള്ളൂ. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം അത് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നെന്താ? അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, വേറെ എന്തിനേക്കാളും അള്ളാഹും അവന്റെ റസൂലും അവന് പ്രിയപ്പെട്ടതായിരിക്കുക, ഇഷ്ടപ്പെട്ടതായിരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആ രൂപത്തിൽ തന്നെ മനസ്സിലേക്ക്, നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരായിരുന്നു സ്വഹാബാക്കൾ. അതാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന തളം കെട്ടി നിൽക്കുന്ന സങ്കടം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിട്ട് പിരിഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു വല്ലാത്ത വിഷമം, അതാണ് നമുക്ക് അവിടേക്ക് കാണാൻ സാധിക്കുന്നത്. ആ സ്നേഹം അവർ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്, മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ മുമ്പിലോടാണ് കുറച്ച് സമയം, പിന്നെ തിരിച്ചു വരുന്നു, റസൂലിന്റെ പിന്നിലോടുന്നു, വലതുഭാഗത്തേക്ക് പോകുന്നു, ഇടതുഭാഗത്തേക്ക് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്താണ് അബൂബക്കർ താങ്കൾ ഈ കാണിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും, ഞാനേ താങ്കളുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നും മുമ്പിൽ നിന്ന് ആരെങ്കിലും വന്ന് ആക്രമിച്ചാലോ, അപ്പൊ ഞാൻ മുമ്പിലൊന്ന് പോയി നോക്കും. അപ്പൊ എനിക്ക് തോന്നും പിന്നിൽ നിന്ന് ആരെങ്കിലും വന്നാലോ, അങ്ങനെ ഞാൻ പിന്നിലേക്കോടും, വലത്തേക്കോടും, ഇടത്തേക്കോടും. എന്താണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അപകടം വരാൻ പാടില്ല, സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും വേണ്ടില്ല റസൂലിനെ സംരക്ഷിക്കണമെന്ന വിചാരമായി. അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ വിരിപ്പിൽ കയറി കിടക്കുകയാണ്. ഹിജ്റയുടെ സന്ദർഭത്തിൽ തന്നെയാണ് ആ സംഭവം നടക്കുന്നത്. ശത്രുക്കൾ കൊല ചെയ്യാൻ വരെ സാധ്യതയുള്ള സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കയറി കിടന്നുകൊണ്ട് ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമായിരുന്നു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ യുദ്ധഭൂമിയിൽ കുഴിയിൽ വീണ് കാൽമുട്ടിൽ മുറിവ് പറ്റി, പടത്തൊപ്പിയുടെ ആണി 2 കവിളുകളിലും തറച്ച് അതിൽ നിന്ന് ചോര വാർന്നൊഴുകി, അവിടുത്തെ അണപ്പല്ല് പൊട്ടി, കവിളിൽ മുറിവ് പറ്റി, നെറ്റിയിൽ വെട്ടേറ്റ്, അതുപോലെ തന്നെ ചുമലിൽ വെട്ടേറ്റ് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ രംഗത്ത് ഓടി വരുന്ന സഹാബാക്കൾ 7 അൻസ്വാറുകളും 2 ഖുറൈശികളിൽ നിന്നുള്ളവരുമായിരുന്നു, മുഹാജിറുകളുമായിരുന്നു. 7 അൻസ്വാറുകളും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചുകൊണ്ട് ജീവൻ വെടിയുകയാണ്, ഷഹാദത്ത് അവർ ഏറ്റുവാങ്ങുകയാണ്. പിന്നെ ബാക്കിയാകുന്നത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയുമാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ അമ്പെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പോകുന്നവരോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആവനാഴികളിലുള്ള അമ്പുകൾ ത്വൽഹക്ക് വേണ്ടി ഇവിടെ വിതറുക എന്ന് പറയുന്നുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അമ്പുകൾ പെറുക്കിയെടുത്തുകൊണ്ട് പാഞ്ഞെടുക്കുന്ന ശത്രുക്കൾക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിൽപ്പിൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 80-ലധികം വെട്ടും കുത്തും ഏറുകളും ഏറ്റിരുന്നു, മുറിവുകൾ പറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ വെട്ടി അരിയപ്പെട്ടിരുന്നു, കയ്യറ്റു തൂങ്ങിയിരുന്നു, കാലിന് വെട്ടേറ്റിരുന്നു, നെഞ്ചിൽ നിറയെ മുറിവുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധഭൂമിയിൽ എന്തു നടക്കുന്നു എന്നറിയാൻ വേണ്ടി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലൂടെ എത്തി നോക്കുന്നുണ്ട്. ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത് റസൂലുള്ളാഹിയോട്? റസൂലേ, താങ്കൾ അങ്ങനെ നോക്കല്ല, എന്റെ ചുമലിലൂടെ യുദ്ധമുഖത്തേക്ക് ശത്രുക്കൾക്ക് നേരെ താങ്കൾ എത്തി നോക്കല്ല. ഒരുപക്ഷേ
അവരുടെ ഏറുകളും വെട്ടുകളും താങ്കളുടെ മുഖത്തു കൊള്ളുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാം. ആരാ സഹോദരങ്ങളെ? ശരീരമാസകലം വെട്ടേറ്റ് നുറുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, രക്തം വാർന്ന് ആ നിൽപ്പിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പലതവണ അമ്പുകൾ താഴെ വീഴുന്നു, വില്ലുകൾ താഴെ വീഴുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാഴ താഴെ വീഴുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. പക്ഷേ അപ്പോഴും റസൂലേ, എന്റെ ചുമലിലൂടെ എത്തി നോക്കല്ലേ, താങ്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റും, എന്റെ ഈ മാറുകൊണ്ട് താങ്കളുടെ ശരീരത്തെ ഞാൻ പ്രതിരോധിച്ചു കൊള്ളാമെന്ന് പറയുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ സാധിക്കും. അതായിരുന്നു അവരുടെ സ്നേഹം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചുകെട്ടി ഒരു മരത്തടിയിൽ കമ്പി കൊണ്ട് തറച്ച് കയ്യിലും കാലിലും തറച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഒരു കുഴപ്പമില്ല, നിനക്ക് രക്ഷപ്പെടാമെന്ന് മാത്രമല്ല, അടിമയായി ജീവിച്ച നിനക്ക് മക്കയിലെ ഏറ്റവും സമ്പന്നനാകാം, നിനക്ക് മക്കയിലെ ഏറ്റവും സുന്ദരികളെ വിവാഹം ചെയ്യാം, ഏറ്റവും നല്ല സന്നാഹങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ നിനക്കൊരുക്കി തരാം. ഹുബൈബ്, ഒരൊറ്റ കാര്യം മാത്രം പകരം മതി, നീ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് നിനക്ക് ഓക്കെയാണ്, നീ ഒന്ന് സമ്മതം മൂളിയാൽ മതി, കൊണ്ടുവന്ന് നിർത്തണമെന്നല്ല പറഞ്ഞത്, നിനക്കത് ഓക്കെയാണ് എന്ന്, നിനക്കതിൽ കുഴപ്പമില്ല എന്ന് നീ ഒന്ന് സമ്മതിച്ചാൽ മതി, നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അവരോടുള്ള മറുപടി എന്തായിരുന്നു എന്നോ? ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും അതിന് പകരമായിക്കൊണ്ട് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും അത് ഈ ഹുബൈബിന് ഇഷ്ടമില്ല, താല്പര്യമില്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവനോടുകൂടി നെഞ്ചിൽ നിന്നും തുടയിൽ നിന്നുമെല്ലാം മാംസം മുറിച്ചെടുത്ത് ആ ചോര വാർന്നിട്ടാണ് ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പക്ഷേ അവസാനത്തെ ശ്വാസം തന്റെ ചുണ്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, ഇതായിരുന്നു അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. നമുക്ക് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ള വകുപ്പില്ല, നമുക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. റസൂലിനെ നേരിലൊന്ന് കാണാനോ, റസൂലിനെ ഒന്ന് തൊടാനോ, റസൂലിനെ ഒന്ന് ആശ്ലേഷിക്കാനോ, റസൂലിനെ ഒന്ന് ഉമ്മ വെക്കാനോ നമുക്ക് അവസരം നൽകപ്പെട്ടില്ല. പക്ഷേ സഹോദരങ്ങളെ, ആ റസൂലിന്റെ സുന്നത്ത് നമ്മുടെ കൈകളിലുണ്ട്. ആ റസൂലിന്റെ മഹത്തരമായ പകരം വെക്കാനില്ലാത്ത ജീവിത മാതൃക നമ്മുടെ കയ്യിലുണ്ട്. അത് മുറുകെ പിടിക്കലാണ് നമ്മുടെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെയാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ റസൂലിനെയാണോ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്, സുന്നത്തുകളിലൂടെ. റസൂൽ എന്താണോ കൊണ്ടുവന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദു, നിങ്ങൾ അത് എടുക്കിൻ, വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ റസൂൽ വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവിൻ. സുന്നത്തുകളിലൂടെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. മഹാന്മാരായ സ്വഹാബക്കളും താബികളും ഒക്കെ ആ രൂപത്തിലാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുകയാണ്, അതായത് നിങ്ങൾ ഒരു ചെരുപ്പിട്ട്, ഒറ്റക്കാലിൽ ചെരുപ്പിട്ട് നടക്കരുത് എന്ന്. അപ്പോ ഒരാൾ സംശയം ചോദിക്കണം ഹദീസിനെ സംബന്ധിച്ച്. എന്താ സംശയം എന്നോ? പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പിട്ടെടുത്തുണ്ടാവൂല, രണ്ട് ചെരുപ്പും ഒരുമിച്ച് വെച്ചത് രണ്ട് ഭാഗത്തായിട്ടുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് അത് പരന്നു പോയിട്ടുണ്ടാകും. അപ്പൊ രണ്ടാമത്തെ ചെരുപ്പിന്റെ അടുക്കലേക്ക് എത്തുന്നത് വരെ ഒരു ചെരുപ്പിട്ട് നടക്കാമോ എന്നാണ് ചോദ്യം. എന്താ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്നോ? എന്റെ റസൂൽ എന്നോട് ഒരു കാര്യം പറയുകയും എന്നിട്ട് ഒരു ചുവടെടുത്തു വെക്കുന്ന സമയം പോലും അതിന് ഞാനെതിരാവുകയും ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാൾക്ക് മറുപടി കൊടുക്കുക. അതായിരുന്നു അവരുടെയൊക്കെ നിലപാട്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ റസൂലിനെ സ്നേഹിക്കാനാണ് നമ്മളും തയ്യാറാകേണ്ടത്. എത്രയോ സുന്നത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അതൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് ബിദ്അത്തുകളുടെ പിന്നാലെ പോയി റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലിനെ നമ്മളെക്കാളും സ്നേഹിച്ച ഖുലഫാഉർ റാഷിദുകൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബാക്കൾക്ക് ആർക്കും പരിചയമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കാർക്കും പരിചയമില്ലാത്ത, അതുപോലെ തന്നെ അഇമ്മത്തുകൾക്ക് പരിചയമില്ലാത്ത, താബിഉകൾക്കും താബിഉകൾക്കും പരിചയമില്ലാത്ത അങ്ങനെ ചില പുതിയ പ്രവാചക സ്നേഹത്തിന്റെ മാതൃകകൾ ചിലരൊക്കെ കൊണ്ടുവരുമ്പോൾ
അതും ശിയാക്കളിൽ നിന്നാകുമ്പോൾ സഹോദരങ്ങളെ എന്തു ന്യായമുണ്ട് അങ്ങനെയുള്ള പ്രവാചക സ്നേഹവും അതിന്റെ പിന്നാലെ കൊടിയും പിടിച്ചു പോകാൻ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അവൻ റസൂലിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടത് ആ മാതൃക അതുപോലെ പിന്തുടരുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നുള്ള പേരിൽ വിശ്വാസികളുടെ ആഘോഷം എന്ന വ്യാജേന സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ റോട്ടിലിറങ്ങിയാൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സുന്നത്തിന് തന്നെയും വിപരീതം നിൽക്കുന്ന രൂപത്തിലാണ് ഈ സുന്നത്തിൻ്റെ ആളുകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നബിയെ സ്നേഹിക്കുകയാണ് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈമാനിൻ്റെ ഏറ്റവും ചെറിയ ശാഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് വഴി തടസ്സപ്പെടുത്തുന്ന, ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, പല വേള പല തിരക്കുകളിലും പെട്ട് പല പ്രയാസങ്ങളിലും പെട്ട് അങ്ങനെ പോകുന്ന ആളുകൾക്ക് പോലും വഴിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ നിലപാട് എന്ത് നബി സ്നേഹത്തിൻ്റെ പേരിലാണ്? അതുപോലെ തന്നെ മ്യൂസിക്കും അതുപോലെ എല്ലാ നിലക്കുമുള്ള തോന്നിയവാസങ്ങളും ദീനിന് നിരക്കാത്ത രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ എല്ലാ രൂപത്തിലും ഇവിടെ DJ-യും അതുപോലെ തലകുത്തി മറിയലും ഓരോ കാട്ടിക്കൂട്ടലുകൾ. സഹോദരങ്ങളെ, ഇതൊക്കെ എന്ത് നബി സ്നേഹത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ സ്ഥാപിക്കപ്പെടുന്നിടത്ത് സുന്നത്തുകൾ തിരസ്കരിക്കപ്പെടും. അതാണ്ടാകുക. ഇതൊക്കെ നബിനോടുള്ള സ്നേഹം പറഞ്ഞു കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നബിയോടുള്ള സ്നേഹം മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയപ്പെടലാണ് ഉണ്ടാകുന്നത്. ജമാഅത്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടുള്ള നബിദിനാഘോഷവും റാലിയും അതുപോലെ തന്നെ ഓരോ കാട്ടിക്കൂട്ടലുകളും പേക്കൂത്തുകളും. സഹോദരങ്ങളെ, ഇതിലെന്ത് നബി സ്നേഹമാണ് ഉള്ളത് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കുക. ഒരു സാധാരണ മനുഷ്യന്റെ സാധാരണ യുക്തി വെച്ച് ആലോചിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളെ ഇതിന് പിന്നിലുള്ളൂ. പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ വളരെ കൃത്യമാണ് കാര്യം. ഒരു പ്രമാണത്തിലും നമുക്ക് നബിദിനത്തിന് ഒരു തെളിവും ആ ആഘോഷങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്തുക സാധ്യമല്ല. ഏത് പ്രമാണത്തിലുള്ളത്? ഒരു പ്രമാണത്തിലുമില്ല. പിന്നെ എങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ചും അവനവൻ്റെതായിട്ടുള്ള ഓരോ ആശയങ്ങൾ ദീനിൻ്റെ പേരിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ടും അങ്ങനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ഇതിൻ്റെയൊക്കെ പിന്നിൽ പൈസയാണ്, തിന്നേണ്ട കാര്യമാണ്. അത് പൂർവികരായ സലഫുകളായ പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു വെച്ച കാര്യവുമാണ്. തീറ്റക്കൊതിയന്മാർ കെട്ടിയുണ്ടാക്കിയ ഒരു ആചാരമെന്നാണ് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അത് നമ്മൾ കാണും ചെയ്യുന്നുണ്ട്. അത് അതേപോലെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം ജനിച്ചു, ഞാനന്ന് നോമ്പെടുക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പായസം വെച്ച് വിളമ്പി. നേർവിപരീതം. എന്താണോ സുന്നത്ത് അതിൻ്റെ നേർവിപരീതം. ഇത് നമുക്ക് എല്ലാ വിഷയത്തിലും കാണാൻ സാധിക്കണം. ബിദ്അത്തുകൾ വരുന്നിടത്ത് സുന്നത്തുകൾ ഒഴിവായി പോകും. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പള്ളിയിൽ ഇരിക്കണമെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരെയും കൂടി വിളിച്ച് എന്ത് ചെയ്യും? പാടത്തേക്കും പറമ്പിലേക്കും കൊണ്ടുപോകും. സ്വലാത്ത് നഗറാണ്, മജ്ലിസാണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരങ്ങൾ അത് മൈതാനിയിൽ നടത്തണമെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരെയും തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ബിദ്അത്തുകൾ സ്ഥാപിക്കുകയും സുന്നത്തുകളെ ഒഴിവാക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. പ്രമാണങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഏറെ സ്നേഹത്തോടുകൂടി നസീഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും എനിക്ക് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, ഖുർആനും ഹദീസും എന്താണോ എവിടെയാണോ അവിടെയേ വിജയമുള്ളൂ. അതിൻ്റെ അപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ച വഴികൾ പോലെ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ. അല്ലാത്ത വഴികളൊക്കെയും വലാലത്താണ്.
വഴികേടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാചാരങ്ങളും അതൊക്കെയും വഴികേടാണ്. പിന്നെ അതിൽ നല്ലതും ചീത്തയും വേർതിരിക്കാനൊന്നുമില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുക. മനസ്സാ വാചാ കർമ്മണ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ, അതുപോലെ തന്നെ നബിയുടെ സ്നേഹമെന്ന പേരിൽ യഥാർത്ഥത്തിൽ നബിയെ അപമാനിക്കുന്ന, നബി എന്തൊരു ജീവിത മാതൃകയാണോ കാണിച്ചത് അതിന് നേർവിപരീതം പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങളോട് നമ്മൾ ചേർന്നു നിൽക്കാനേ പാടില്ല. അതാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സുന്നത്തിൻ്റെ ആളുകളായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന്, ബിദ്അത്തിൻ്റെ കക്ഷികളിൽ നിന്ന്, അതിൻ്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാനം വരെയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിൽ അടിയുറച്ച് ഇസ്തിഖാമയോടുകൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും പാപമുക്തരായി റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു റിസ്ഖിനെ വിശാലമാക്കി നൽകുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തുറവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ മാത്രം പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിഫലം ഇരു ലോകത്തും അല്ലാഹു അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.